നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിനടുത്തുള്ള ബുധനൂർ എന്ന ഗ്രാമത്തിലാണ്. നിങ്ങളാരും കൂടുതൽ കേൾക്കുകയോ കാണുകയോ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു പരബ്രഹ്മക്ഷേത്രം ഇവിടെയുണ്ട്. അതാണ് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി തന്നെ പൂജ ചെയ്തു വന്ന ഈ ക്ഷേത്രം ഇന്നിവിടെ എത്തുന്ന ഭക്തർക്കൊരു അത്ഭുതം തന്നെയാണ്. ഭക്തർക്ക് സ്വന്തമായി പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു പരബ്രഹ്മക്ഷേത്രം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉള്ളതായി എനിക്കറിയില്ല. ഇവിടെ എത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന മാനസിക സന്തോഷം അത് നമ്മൾ ഇവിടെ വന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് അന്നദാനമാണ്. അന്നദാനം ആപത്തുകളെ തടയും എന്നാണല്ലോ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. ഏത് സമയത്തും ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനം ഇവിടെ ലഭിക്കും. ഒരു സർവമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മുടെ മനസ്സിനെ വല്ലാത്ത ഒരു ലോകത്തെത്തിക്കും. ഇത്രയും ശാന്തവും സുന്ദരവുമായ ഒരു പരബ്രഹ്മ ക്ഷേത്രം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇതിനുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഒരു ക്ഷേത്രത്തിലെത്തിയതുപോലെയല്ല നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക എനർജിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായതിൻ്റെ ഫലമായി അവർ നൽകിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ തൃപ്പല്ലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വന്ന എന്നെ പിന്തുടർന്ന 2 ചെറുപ്പക്കാർ, അതിൽ ഗോകുൽ എന്ന പയ്യനാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി എന്നോട് പറയുന്നതും ഇതെനിക്ക് കാട്ടിത്തരുന്നത്. ദുബായി ജോലി ചെയ്യുന്ന ഗൂഗിൾ ഒരു നേരമെങ്കിലും ഇവിടെ ഒരു ദിവസം എത്താതെ പോകാറില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തുക. നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടിയെങ്കിൽ മാത്രം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇവിടുത്തെ കിണറും പരമ്പരാഗതമായിട്ടുള്ള കിണറും ആൽത്തറയും മണ്ഡപവും പരബ്രഹ്മമൂർത്തിയുടെ ക്ഷേത്രവും ഒക്കെ ഞാനിതിലെ പല ക്ഷേത്രമൊന്നും ഞാനിതിൽ വീഡിയോ എടുത്തിട്ടില്ല. അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മഹാദേവൻ്റെ വലിയൊരു ശിവലിംഗമുണ്ട്. അതിൽ നമുക്ക് സ്വയം പൂജ ചെയ്യാവുന്നതാണ്. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമ്മളിവിടെ വന്ന് കണ്ട് അറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം, ടാറ്റ, ബൈ ബൈ.